അമ്പലപ്പുഴ കാക്കാടത്ത് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നിൽക്കാനുള്ള കോടതി ഉത്തരവിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം നാമജപ പ്രതിഷേധത്തിലാണ് നാട്ടുകാരിപ്പോൾ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഈ സ്ഥലത്ത് നിന്ന് AV ജയശങ്കർ തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ പ്രദേശത്തൊരു സംഘർഷാവസ്ഥ നിലവിൽ ഉണ്ട്. ഈ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട പോലീസ് അത് നടപ്പിലാക്കാനായി രാവിലെ തന്നെ ഇവിടെ എത്തി. ആ ഒരു ഘട്ടത്തിലാണ് പ്രദേശത്തെ നാട്ടുകാരും ഗുരു വിശ്വാസികളുമായ കുറച്ച് ആളുകൾ ഇവിടെ നാമജപ പ്രതിഷേധവുമായി അണിനിരുന്നത്. ഒപ്പം ഈ പ്രദേശത്തേക്ക് പോലീസിനെ കടക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് നാട്ടുകാർ. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നിലവിൽ ഈ സ്ഥലം, ഈ വസ്തു ഉള്ളത് റിസീവർ ഭരണത്തിലാണ്. ഈ റിസീവറുടെ നിലപാട് ഈ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് ഈ ഗുരുമന്ദിരം ഉൾപ്പെടെയുള്ള ഇത് ഇവിടെ നിന്ന് പൊളിച്ചു നീക്കി ഈ സ്ഥലം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നാണ്. എന്നാൽ ഈ നാട്ടുകാരും വിശ്വാസികളുമായ ആളുകൾ ഇതിനെതിരാണ്. അത്തരമൊരു നീക്കത്തിന് അനുവദിക്കില്ല. വർഷങ്ങളായി ഈ ഒരു ഗുരുമന്ദിരം ഇവിടെയുള്ളതാണ്, തങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയിലേക്ക് കടന്നാൽ അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കുമെന്നൊരു നിലപാടിലാണ് നാട്ടുകാരുള്ളത്. പോലീസ് നിരവധി തവണ നാട്ടുകാരുമായി ചർച്ച നടത്തി, പക്ഷേ ഒരു സമവായത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ഇത് പൊളിച്ചു നീക്കണമെന്നൊരു നിലപാടിൽ തന്നെയാണ് റിസീവർ നിൽക്കുന്നത്. നാട്ടുകാരുൾപ്പെടെ വലിയ തോതിലുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നിലവിൽ ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലമാണ്. പക്ഷേ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ നാട്ടുകാർ കടന്നിട്ടില്ല. തികച്ചും സമാധാനപരമായാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം. പക്ഷേ പോലീസ് ഉൾപ്പെടെ വലിയൊരു സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ നടപടികളുള്ളത്. കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലാണ് നാട്ടുകാരുള്ളത്. ചേട്ടാ, ഇത് എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? ഉത്തരവ് നടപ്പിലാക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് തന്നെ പറയുന്നത്. പക്ഷേ ഞങ്ങൾ പൂർവികർ സമ്പാദിച്ച 12-16 സെൻറ്റ് സ്ഥലം വീടുണ്ട്. ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ വെട്ടിപ്പ് കമ്പനി എന്ന് പറയുന്നത് പഴയ പ്രസിഡന്റ് ബാബുവും സെക്രട്ടറിയും റിസീവറും കൂടെ ചേർന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഹൈവേയുടെ സ്ഥലത്തിന് പോയി കിട്ടി. അപ്പുറത്ത് സ്ഥലം വിറ്റപ്പോൾ 2.5 കോടി കിട്ടി. അതിന് 62 സെൻറ്റ് പിന്നെ അവിടെ വിൽക്കാനുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് കോടതി ധിക്കരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈ 16 സെൻറ്റ് സ്ഥലം പൂർവികർ സമ്പാദിച്ചത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യും. ഇത് കിട്ടാത്ത ഗുരുമന്ദിരം പൊളിക്കാനുള്ള ഒരു നീക്കമായി പോലീസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നീക്കം എന്തായിരിക്കും? നിങ്ങൾ ഏത് തരത്തിൽ ഞങ്ങളിവിടെ കിടക്കും. ഞങ്ങളെ പോലീസ് വെടിവെച്ച് മാറ്റിക്കോണം, അല്ലെ പിടിച്ചോണ്ട് പോകണം, എന്ത് വേണം ചെയ്തു. ഞങ്ങൾ പോലീസിനെ എതിർക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഇവിടെ കിടക്കും, ഈ മണ്ണിൽ കിടക്കും. ഇവിടുത്തെ സമ്പാദ്യം മുഴുവൻ ഇവർ സമ്പാദ്യം ലക്ഷങ്ങൾ ഉണ്ടാക്കി പഴയ സെക്രട്ടറിയും പഴയ പ്രസിഡന്റും ഈ റിസീവറും ഉൾപ്പെടെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ സഹായത്തെ വഞ്ചിക്കുക ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. റിസീവർക്കെതിരെ മറ്റെന്തെങ്കിലും നിയമ നടപടി? റിസീവറും ഞങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്തിട്ട്, ഞങ്ങൾ പുതിയ ഭരണസമിതി കേസ് കൊടുത്തിട്ട് ഞങ്ങളുടെ വാദം കേൾക്കാതെയാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഈ റിസീവർ കൊടുത്തിരിക്കുന്ന കള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിധി ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകണം, അതിനുള്ള സാവകാശം ഞങ്ങൾക്ക് കിട്ടണം. അതിന് മുമ്പ് എന്തെങ്കിലും പരിപാടി എടുത്താൽ ഞങ്ങൾ ഇവിടെ മരിക്കാൻ തയ്യാറാണ്. നിലവിൽ ഈ SNDPയുടെ യോഗത്തിൻ്റെ നിലവിലെ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരിക്കും അടുത്തൊരു നിയമ നടപടി? ഞങ്ങൾക്ക് സുപ്രീം കോടതി പോകാനുള്ളൊരു സാവകാശം റിസീവർ തന്നിട്ടില്ല. റിസീവർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ബഹുമാനം. അത് വളരെ നിർഭാഗ്യകരമാണ്. ഈ റിസീവറെ സംബന്ധിച്ച് ഇവിടെ വലിയ അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പഴയ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെ ചെയ്തു. പക്ഷേ ഇവിടെ നിയോഗിക്കപ്പെട്ട ഈ റിസീവർ അഡ്വക്കേറ്റ് ASP കുറിപ്പ് വന്നതിന് ശേഷം അദ്ദേഹം ഏകപക്ഷീയമായിട്ട് റിപ്പോർട്ടുകൾക്ക് മേളിൽ റിപ്പോർട്ടുകൾ എഴുതി അവരെ വെള്ള പൂശി ഹരിചന്ദ്രന്മാരാക്കി മാറ്റി. അവർ അടിച്ചുകൊണ്ട് പോയ പണവും അവർ സമ്പാദിച്ച സ്വത്തുമൊക്കെ ഫ്രീ ആക്കിക്കൊണ്ട് SNDPയുടെ പരമ്പരാഗതമായിട്ടുള്ള സ്വത്തുകൾ അറ്റാച്ച് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ പൂർവികരായിട്ട് സമ്പാദിച്ച് 1931 മുതൽ ഇവിടെ ഗുരുദേവൻ കിടങ്ങാമ്പറമ്പത്ത് വന്നപ്പോൾ ലഭിച്ച ഗുരുദേവൻ്റെ ഒരു ഛായാചിത്രം വെച്ചുകൊണ്ട് വിളക്ക് കത്തിച്ച് പൂജ നടത്തി വന്നിരുന്ന ഒരു ഭൂമിയാണിത്. ഇതെന്തായാലും പൊളിച്ചു നിൽക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ പരമ്പരയുള്ള പൊളിച്ചു നിൽക്കാൻ, അതായത് ഈ ഒരു ഗുരുമന്ദിരം പൊളിച്ചു നിൽക്കാനുള്ള ഒരു നടപടി ഒരിക്കലും അനുവദിക്കില്ല. ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള സമയം പോലും അനുവദിച്ചില്ല എന്നാണ് വിശ്വാസികളും നാട്ടുകാരും എല്ലാം പറയുന്നത്. എന്തായാലും ഇവർ പ്രതിഷേധവുമായി തുടരുകയാണ്. വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ നിൽക്കുന്നുമുണ്ട്. SKN.
ഓക്കെ, താങ്ക് യു. അമ്പലപ്പുഴയിലെ കാക്കാഴത്ത് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. അതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.